അപ്പം നമ്മുടെ ചാനലിൻ്റെ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ സമയം ഒരു വൈകുന്നേരം നേരാണ് കേട്ടോ, 5 മണിയാകുമ്പോഴാണ്. ഇക്ക വന്നിട്ടില്ല, ഓട്ടം പോയിരിക്കണ്. പൊന്നൂസ് എക്സാമൊക്കെ കഴിഞ്ഞ് ഉച്ചക്ക് എത്തും. അവൾ പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഇതുണ്ടോ, അവൾ ഇവിടെ നിന്ന് സ്ഥാനം അങ്ങോട്ട് മാറിയിട്ടുണ്ട്. അവളുടെ സ്റ്റഡി ടേബിള്, അവൾക്ക് ഇങ്ങനെ ആർട്ട് ചെയ്യുക, ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കുക, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അവൾ അങ്ങനെ ഇരിക്കും. അപ്പോൾ നമ്മുടെ ഫൈമു എവിടേന്നായിരിക്കും. നമ്മുടെ ഫൈമു ഹായ് വരി. ഹായ്. ഫൈമു എപ്പോഴും ചിഞ്ചാനാണിത് അല്ല, ഇപ്പോൾ സിനിമയാണ്. അവൻ സിനിമ കാണില്ല, മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോൾ നോക്കിയാലും ചിഞ്ചാൻ മറ്റേ സോണി ടി വിയിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നിങ്ങളുടെ വീട്ടിലും ഇതൊക്കെ തന്നെ ആയിരിക്കും. ഒന്ന് കെഞ്ചിട്ടാ. ഞാനധികം പിന്നെ ടി വി കാണലില്ല, പിന്നെ ഫോണ് കാര്യങ്ങൾ എനിക്ക് സമയം കിട്ടില്ല. പക്ഷെ ഇക്ക വൈകുന്നേരം വന്നിട്ട് ഒന്ന് കെഞ്ചിട്ടാ, ഒന്ന് മാറ്റടാ പറഞ്ഞിട്ട് അടിയായിരിക്കും, വഴക്കായിരിക്കും. അവന് ചിഞ്ചാൻ തന്നെയാണ് ഇവിടെ ഒരേ കാണാൻ. നോക്കടാ അവനെന്താ പറയുന്നതെന്ന് പറഞ്ഞിട്ട് കണ്ടാട്ടാ. അപ്പോൾ ഇനിയൊന്നുമില്ല. നിങ്ങളുടെ കമൻസൊക്കെ ഞാൻ കാണുന്നത്. ലോങ് വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നില്ല കേട്ടോ. വേറെ നല്ലക്ക് സമയം കിട്ടില്ല, ഒന്നാമത് സമയം കിട്ടില്ല. എന്താ പത്ര പണിയെന്ന് ചോദിക്കും. എന്താ പറയുക, നായിക്കെട്ട് വേലയില്ല ഊന്നിരിക്കുക ഒഴിവില്ലാതെ പറഞ്ഞ കഥയാണ് എൻ്റെ കഥ. ഓരോ കാര്യങ്ങൾക്ക് ഓരോ ദിവസം കുട്ടികൾ രാവിലെ 9 വരെ അവരുടെ കാര്യങ്ങൾ ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി വെളിയിൽ പോവും. പിന്നെ വന്നാൽ വൈകുന്നേരമായി. ഇപ്പോൾ എന്താടാ അടുത്ത പണിയിലോട്ട് കിടക്കുന്നതിന് മുമ്പാണ് ഫോണും എടുത്ത്, എന്തായാലും കുറേ ഒരു ലോങ് വീഡിയോ വിടാന്ന് പറഞ്ഞ് ഫോണും എടുത്ത് വന്നത്. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തേക്ക് ചപ്പാത്തിയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ഞാനിവിടെ അടുക്കള കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവേണ്ട നല്ല ഭംഗിയിൽ കിടക്കുന്നുണ്ട്. പിന്നെ ആ പാത്രങ്ങളൊക്കെ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചതാട്ടാ. കാരണം എന്താ വെച്ചാൽ ഇന്നിവിടെ വെപ്പൊന്നും ഉണ്ടായിരുന്നില്ല. രാവിലത്തെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഞാനൊന്നും വെച്ചില്ല. ഉച്ചയ്ക്ക് ഞാൻ എൻ്റെ വണ്ടിൻ്റെ കുറച്ച് പേപ്പേഴ്സ് ശരിയാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പുറത്ത് പോയി. എപ്പോഴും ഉച്ചയ്ക്ക് പുറത്ത് പോയാൽ വീട്ടിൽ വരും. വീട്ടിൽ നല്ല മഴ വരുന്നുണ്ട് കേട്ടോ, നല്ല മഴ വരുന്ന കാറ്റ് പോലെ ഉണ്ട്. മഴ വരുന്നുണ്ട്. ഇത്ര നേരം നല്ല വെയിലായിരുന്നു. അപ്പോൾ നമ്മുടെ അത്തൊക്കെ നല്ലപോലെ വെളുത്തിട്ടുണ്ട്. ഇനി ഓണം കറക്കുമെന്ന് നമുക്ക് എന്തായാലും കണ്ടിരുന്ന് കാണാം. അപ്പോൾ എന്താ പറഞ്ഞത്, ഉച്ചയ്ക്ക് പുറത്തു പോയപ്പോൾ പിന്നെ ഏകദേശം ഞാൻ തിരിച്ചെത്തുമ്പോൾ 2:45. എപ്പോഴും ഞാൻ പുറത്തു പോയാൽ ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് ഓസിയിൽ അവിടെ നിന്ന് കഴിക്കും. അതാണ് പതിവ്. ഇവിടെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ മാക്സിമം ഞാൻ നല്ല തടി കൂടി വരുന്നത് കൊണ്ട് മാക്സിമം ഫുഡൊക്കെ സ്കിപ്പ് ചെയ്യാൻ നോക്കും. എനിക്ക് വിശപ്പില്ലെങ്കിൽ ഞാൻ ഉച്ചക്ക് കഴിക്കില്ല. അപ്പം ഇന്ന് എനിക്ക് വിശപ്പുണ്ടായിരുന്നില്ല. രാവിലെ ഇന്ന് ഇവിടെ ബ്രെഡായിരുന്നു കേട്ടോ. ബ്രെഡും മുട്ടയും കൂടെ ഉണ്ടാക്കിയിട്ടായിരുന്നു. കാരണം ഉഴുന്നൊക്കെ കഴിഞ്ഞിരിക്കണം, അരിയൊന്നും ആട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ബ്രെഡാണ് രാവിലെ ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ പോകുമ്പോൾ അതിലൊരു ബാക്കി ബ്രെഡ് ഉണ്ടായിരുന്നത് കഴിച്ചിട്ടാണ് ഇവിടെ നിന്ന് പോയത്. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് സ്കിപ്പ് ചെയ്ത് ഫുഡ് കഴിച്ചില്ല. അപ്പോൾ അതുകൊണ്ടാണ് നല്ല നീറ്റായിട്ട് അടുക്കള കിടക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഏകദേശം കൊള്ളാവും. അതിപ്പോൾ എല്ലാവരുടെ അടുക്കളയും എല്ലാവരുടെയും വീട്ടിലും ഇതൊക്കെ തന്നെ ആയിരിക്കും പതിവ്. നമ്മൾ ഒരുക്കി എല്ലാ പണിയും കഴിഞ്ഞ് നല്ല ചന്തത്തിൽ ഒരുക്കി അങ്ങോട്ട് ഇടും. അടുത്ത പണി കഴിയുമ്പോൾ വീണ്ടും ഒരുക്കൽ. ഇതന്നെ പെണ്ണുങ്ങളുടെ കാര്യം. എന്താ, രാവിലെ അങ്ങോട്ട് തുടങ്ങുക, അത് കഴിഞ്ഞാൽ കുറച്ച് റെസ്റ്റ്, അത് കഴിഞ്ഞാൽ ഉച്ചക്കത്തെ, അത് കഴിഞ്ഞാൽ 4 മണി കുട്ടികൾ വരുമ്പോൾ, അത് കഴിഞ്ഞാൽ രാത്രിത്തെ. ഇതൊക്കെ തന്നെ പെണ്ണുങ്ങളുടെ കാര്യം അല്ലേ, അടുക്കളയും പെണ്ണുങ്ങളും. ഇതാണ് മാറി മാറി റൂട്ടീൻ വരുന്നത്. അപ്പോൾ ചപ്പാത്തിയാണ് കേട്ടോ ഇന്ന് വൈകുന്നേരത്ത് ഉണ്ടാക്കുന്നത്. സോയാബീൻ വാങ്ങിച്ച് വെച്ചതുണ്ട്. അപ്പോൾ ചപ്പാത്തിയും സോയാബീൻ കറിയാണ്. പിന്നെ ആളുടെ പേര് എനിക്ക് ഓർമ്മയില്ല, പറയുന്നില്ല, അടിക്കടിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട് കേട്ടോ. കൊഞ്ചലൊന്ന് നിർത്തുമോ, വല്ലാത്ത കൊഞ്ചലാണ്, വെറുപ്പിക്കലാണെന്ന് പറഞ്ഞിട്ട്. എൻ്റെ സംസാര രീതി ഇങ്ങനെ ആണ്. നമ്മൾ കുറേ കാലങ്ങൾ കൊണ്ട് നമ്മൊരു ശീലിച്ച് തന്ന കാര്യം ഒരാൾ വന്ന് പറയുമ്പോഴേക്ക് നമുക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റുമോ? ഒരിക്കലും മാറ്റാൻ പറ്റില്ല. എൻ്റെ സംസാര രീതി ഇങ്ങനെ. എൻ്റെ മുമ്പിലുള്ള വീഡിയോസും ഇപ്പോഴുള്ള വീഡിയോസും എല്ലാം എടുത്ത് നോക്കിയാൽ അറിയാം. പ്രത്യേകിച്ച് ഞാനെങ്ങനെ കൊഞ്ചി സംസാരിക്കുകയാണോ എന്ന് എന്താ പറയുന്നത്, പക്ഷെ അല്ല, എൻ്റെ സംസാര രീതിയാണ്. ഞാൻ എന്താണോ അത് തന്നെയാണ് ഞാൻ ചാനലിലൂടെ കാട്ടുന്നത്. പ്രത്യേകിച്ച് ഒന്നും തന്നെ കാട്ടലില്ല. ഞാൻ എങ്ങനെയാണോ സംസാരിക്കുക അതുപോലെ തന്നെ ഞാൻ വീഡിയോസിൽ സംസാരിക്കുന്നത്. അപ്പോൾ അയാൾക്ക് ഞാൻ കമൻറ്റിൽ തന്നെ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും അയാൾ വെറുതെ ഇങ്ങനെ ഓരോ വീഡിയോയിലും വന്ന് മെസ്സേജ്. പക്ഷെ എനിക്ക് ദേഷ്യമൊന്നും വരില്ല കേട്ടോ, എനിക്ക് ചിരിയാ വരിക. ഓരോ വീഡിയോയിൽ അങ്ങനെ വന്ന് എന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ എൻ്റെ ഓരോ വീഡിയോയും കണ്ട് ഓരോ വീഡിയോസിൽ വന്ന ആൾ കമൻറ്റ് ചെയ്യുന്നത് എന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ. ആളുടെ അഭിപ്രായം പറഞ്ഞു. പക്ഷെ അതുപ്രകാരം എനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. സംസാര രീതി നമുക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റുമോ? ഒരിക്കലും മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഇനി എന്താ,
ഇനി അപ്പോൾ ചപ്പാത്തിക്ക് മാവ് കുഴക്കണം. നമ്മുടെ റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ച ഗോതമ്പ് പൊടിയൊക്കെ കഴിഞ്ഞിട്ട് ഈ മാസം റേഷൻ കടയിലൊന്നും പോയിട്ടില്ല. റേഷൻ കാർഡ് നമ്മൾ ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇക്കാൻ്റെ അവിടുത്തെ കാർഡിൽ എൻ്റെ എല്ലാവരുടെയും പേരുണ്ട്. ഫൈമുൻ്റെ പേരുണ്ടായിരുന്നില്ല, ഇപ്പോൾ ഫൈമുൻ്റെ പേരും ആഡ് ആക്കിയിട്ടുണ്ട്. അത് പ്രകാരമാണ് നമ്മൾ വാങ്ങുന്നത് കേട്ടോ. ഇവിടെ ഓരോ മാസം നമ്മൾ വാങ്ങും, പിന്നെ അവർ വാങ്ങും, അങ്ങനെയാണ്. നമ്മൾക്കായിട്ട് റേഷൻ കാർഡ് ഉണ്ടാക്കിയിട്ടില്ല. ഇൻഷാ അല്ലാ ഒക്കെ ചെയ്യണം. ഓരോ കാര്യങ്ങൾ ഓരോരോ സ്റ്റെപ്പ് നമ്മൾക്ക് ഹോസ്പിറ്റലിൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നത് കൊണ്ട് ഓരോന്ന് തുടങ്ങി കൊണ്ട് പോകണം. അല്ല കൈ കടിക്കേ അമ്മ, കൈ അടയണം. പിന്നെ ട്രൈപോഡ് വെച്ചിട്ട് എടുക്കുക എന്ന് പറയുമ്പോൾ അതൊരു സുഖമല്ല. എനിക്ക് എപ്പോഴും വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചിട്ട് എടുക്കുന്നതാണ് ഇഷ്ടം. പിന്നെ എന്താ, ഇനിയിപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കണം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഒരുപാട് പേര് ഇൻസ്റ്റ, യൂട്യൂബ്, ഫേസ്ബുക്ക് 3 ഫാമിലി ഉണ്ട് കേട്ടോ. അതിൽ 3ലും ചിലർ മൂന്നിലുണ്ടാവും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും എന്താ പറയുക സപ്പോർട്ട് ചെയ്യാനും സ്നേഹിക്കാനും എല്ലാത്തിനും ഒരുപാട് പേര് പേഴ്സണലി മെസ്സേജ് ഇടുന്നുണ്ട്. കൈ നല്ലപോലെ കടയുന്നിട്ടാ, പിടിക്കാൻ തീരെ പറ്റുന്നില്ല. ഫൈമുൻ്റെ ടിവിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടാവും. മൈക്ക് വാങ്ങിച്ച് വെച്ചതുണ്ട്, പക്ഷെ അതൊന്നും സെറ്റായി കിട്ടിയിട്ടില്ല. അതൊന്ന് ശരിയാക്കി എടുക്കണം. കുറേ ഉപയോഗിക്കാത്തതുകൊണ്ട് കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും സംസാരിക്കുന്നു. അപ്പോൾ പണിയെടുത്തുകൊണ്ട് സംസാരിക്കാമെന്ന് വിചാരിച്ച് മാവ് ചലിക്കുന്നുണ്ട് കേട്ടോ ചപ്പാത്തിക്ക്. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞെന്ന് മറന്നുപോയി. എന്തോ പറഞ്ഞു വന്ന് ഓർത്ത് നോക്കിയതാണ്, ഇപ്പോൾ ഓർമ്മ വന്നിട്ടാ. പേഴ്സണലായിട്ട് ഒരാൾ എനിക്ക് മെസ്സേജ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ നിന്ന്. എന്താ പറയുക, നമ്പറൊക്കെ എടുത്തിട്ട് എന്നെ നല്ല ഇഷ്ടമാണ്, ഞാനൊരു മോട്ടിവേഷനാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മെസ്സേജൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സന്തോഷമായിട്ടാ. അങ്ങനെ ഓരോരുത്തർ മെസ്സേജ് ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് നല്ല സന്തോഷമായിട്ടാ. നമ്മൾ ഇഷ്ടപ്പെടാനും ആൾക്കാർ എന്താ പറയുക. അതുപോലെ വേറൊരാൾ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നെ കാണാൻ ആഗ്രഹമുണ്ട്, നമ്മുടെ പാലക്കാട് തന്നെയാണ്, കാണാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇൻഷാ അല്ലാ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെയെങ്കിലും വെച്ച് എങ്ങനെയെങ്കിലും സാഹചര്യം വരികയാണെങ്കിൽ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സന്തോഷട്ടാ, നിങ്ങളുടെ സ്നേഹമൊക്കെ എങ്ങനെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഈ അപ്പൊക്കെ വരും, അതൊന്നും കാര്യമാക്കണ്ട. ഇനിയിപ്പോൾ കമൻറ്റിൽ വന്നിട്ട് നമ്മുടെ ചാനൽ എനിക്കൊന്നേ പറയാനുള്ളൂ, എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. മോണിറ്റൈസേഷനൊക്കെ കഴിഞ്ഞ ചാനലാണ്. ഇപ്പോൾ യൂട്യൂബിൽ പുതിയ ഓരോ അപ്ഡേഷൻ. അയ്യോ മാവ് പോയി മക്കളെ, അത് കുഴപ്പമില്ല, സംസാരിച്ചാക്കിയപ്പോൾ യൂട്യൂബിൽ ഓരോ പുതിയ അപ്ഡേഷൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. ഇനി ക്രൈറ്റീരിയ ഒക്കെ ഭയങ്കര പ്രയാസമാവാൻ പോണ്. നമുക്ക് എന്തായാലും മോണിറ്റൈസേഷൻ കിട്ടിയ ചാനലാണ്. അപ്പോൾ ആ ചാനൽ വെറുതെ കൊണ്ട് ഇടണ്ട. പിന്നെ ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് ഹോസ്പിറ്റൽ സമയത്തൊക്കെ വീഡിയോസൊക്കെ ചെയ്തിട്ടൊക്കെ എന്താ പറയുക, ഇങ്ങനെ ഒരു ഫാമിലി ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിനെ കളയണ്ട എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ വീഡിയോ ചെയ്യണം എന്ന് പറയുമ്പോൾ തന്നെ വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. വീഡിയോ ചെയ്താൽ എല്ലാവരും എൻ്റെ ഇപ്പോൾ നിലവിലുള്ള എൻ്റെ ഫാമിലിയിലുള്ളവർ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വീഡിയോ കട്ടായില്ലേ. കാരണമല്ല, ഉമ്മേര് വീട്ടിൽ നിന്ന് നടക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അതോടെ പെട്ടെന്ന് വീഡിയോ കട്ടായി. അവർക്കൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ വീഡിയോസ് കാര്യങ്ങളൊന്നും. അപ്പോൾ എന്താ പറഞ്ഞുകൊണ്ട് വന്ന് ഓർമ്മല്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോസ് ഒന്ന് കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക. ഒരു കുഞ്ഞ് ഹേട്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് പോവുക. അത്രയൊക്കെയുള്ളൂ ചേട്ടാ. അപ്പോൾ മഴ വരും. അപ്പോഴേ ഞാൻ പറഞ്ഞത് മഴ വരുന്നേ ഉള്ളൂ എന്നാണ്. അപ്പോൾ നല്ല മഴ വന്നിട്ടാ, 2 ദിവസമായിട്ട് മഴയില്ല. കാണിച്ചരാ. വാവ്, അയ്യോ വേണ്ട, നല്ല മഴയാണേ. സൂപ്പർ. നല്ല മഴയും വരുമ്പോൾ ചപ്പാത്തി മാവ് അവിടെ തന്നെ ഉണ്ട്, ഒന്നും ചെയ്തിട്ടില്ല. നല്ല മഴ പറഞ്ഞാൽ നല്ല മഴയല്ല, ഇതുപോലത്തെ മഴയും നല്ല കാറ്റും ഒക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കാൻ നല്ല സൂപ്പറാണ് കേട്ടോ. മൈൻഡൊക്കെ നല്ല റിലാക്സ് ആവും. ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്, ഞാൻ എപ്പോഴും ഇങ്ങനെ വന്ന് കുറച്ച് നോക്കി വെക്കലുണ്ട്. അപ്പോൾ സൂപ്പറാണ്. അപ്പോൾ പറഞ്ഞൊന്നും മറക്കണ്ട, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ചേച്ചാ. പോട്ടെ, ചപ്പാത്തിക്ക് ഇതാക്കട്ടെ ചേച്ചാ. ചേച്ചാ